അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഒരാള് പോലും വന്നിട്ടില്ല. ഈ പൂജയ്ക്ക് യാതൊരു ഫലവും ഉണ്ടാവില്ല. മോളെ, പൂജ പൂർത്തിയായിരിക്കണു. പൂജ കഴിയുന്നതിനുള്ളിൽ എല്ലാവരും വരുമെന്ന് പറഞ്ഞിരുന്നു. ഒരാൾ പോലും വന്നില്ലല്ലോ. അവരെ വിളിക്കണുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും വരാനുണ്ടോ? കാണിക്ക എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതാണ്. അധികം വൈകാണ്ട് ആ ചടങ്ങ് നടത്തിയാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു പ്രശ്നമാവും മോളെ. മറുപടി പറയാത്ത എന്താണ് മോളെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തിരുമേനി. അവരുടെ എല്ലാം അംഗീകാരം വിലക്കപ്പെട്ടവരായി ഞങ്ങള്. അതുകൊണ്ടാ അനാഥരെ പോലെ ഇങ്ങനെ നിൽക്കുന്നത്. അമ്മയെങ്കിലും ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ മോഹിച്ചു പോയി. പക്ഷെ അത് സംഭവിച്ചില്ല. അവസ്ഥകളെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എതിരാണ്. ഗതിയില്ലാത്തവരെ പോലെ നിൽക്കുക ഞങ്ങള്. പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു. ഇതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. താൻ പക്ഷേ എല്ലാം ഭംഗിയായി നടക്കുന്നുള്ള വിശ്വാസത്തിൽ നിന്നു. ആവശ്യമില്ലാതെ നെഗളിച്ചു കഴിഞ്ഞാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അർഹതയില്ലാത്തവര് പൂജാകർമ്മങ്ങൾ തുടങ്ങി വെച്ചാല് അതിന്റെ ഫലം ഇങ്ങനെയായിരിക്കും. വീട്ടിലുള്ളവരും വരില്ല, പുറത്തുള്ളവരും വരില്ല. നീ ഉണ്ടാക്കിയ പ്രസാദം ആരും തന്നെ തൊടില്ല. കാണിക്കയൊക്കെ പെറുക്കി ചവറ്റുകുട്ടയിൽ കൊണ്ടിടാമെന്നതല്ലാതെ മറ്റൊന്നും നിനക്ക് ചെയ്യാനാവില്ല. അമ്മോ, ഇന്നലെ തൊട്ട് എന്തായിരുന്നു ഇവിടെ ചിലരുടെ നെകളിപ്പ്? ഇപ്പൊ തീർന്നില്ലേ? എല്ലാം തീർന്നില്ലേ? ഇനി ഒരാളും വരില്ല. ഒരാൾക്ക് നിന്നെ രക്ഷിക്കാനും കഴിയില്ല. ഇറങ്ങിക്കോ, ഇറങ്ങ. നമ്മളെ എല്ലാവരെയും വേദവതിയമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എല്ലാവരും വേഗം വാ. നിങ്ങള് സൂപ്പർ ആണമ്മേ. ആദ്യമായിട്ടാ അമ്മ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നേ. ശരി അമ്മേ, അമ്മ പറഞ്ഞ വാക്കമ്മ പാലിച്ചു. അമ്മ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നോ. അയൽവക്കക്കാർക്ക് ഇങ്ങനെ ഒരു 4 അടി കിട്ടിയാ അവര് നന്നാകും. പിന്നെ നമ്മുടെ കാര്യത്തിൽ അവർ ഇടപെടില്ല. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ഇനി ഇവിടെ ആരും വരാനില്ലെന്നും മനസ്സിലായി. മോള് ചടങ്ങ് നടത്തിയെങ്കിലും അതിന് ഫലം ഉണ്ടാവില്ല. എന്നാ ഞാൻ അറിയിക്കോട്ടെ. ഒന്ന് നിൽക്കണേ തിരുമേനി. ഗ്രാമത്തിലുള്ളവരല്ലേ അവര്? അതെ ചേട്ടാ, അവര് തന്നെയാ. ഇതിപ്പോ എന്താ പെട്ടെന്നൊരു വരവ്? വോയിസ് കേട്ടെങ്കിലും ആളെ കണ്ടില്ലല്ലോ. ആരാ അത്? ഞാനാ കൊണ്ടുവന്നത്. ഗ്രാമത്തിൽ പോയി അവിടെയുള്ള എല്ലാരെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ നടത്തം കണ്ടിട്ട് ലേഡി ഭാഷയെ പോലെ ഉണ്ട്.
അമ്മേ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇത്രയും നേരം സുഖമായിരുന്നു. നിങ്ങളെന്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ഇവരെ കൊണ്ടുവന്നത് ഞാനാണെന്ന് പറഞ്ഞല്ലോ. എന്തിനാ കൊണ്ടുവന്നത്? ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ. ഇന്ന് വ്രതം നടക്കുന്നിടത്തേക്ക് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നാൽ നന്നാവൂന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ചില്ലറ ഗെയിം ഒന്നും അല്ലല്ലോ കളിച്ചത്. എന്ത് ഗെയിമാ ചേട്ടാ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേദവതിയമ്മേ, മുമ്പൊരിക്കലും നിങ്ങള് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് വന്നപ്പോ ഈ നിഹാരിക മോള് വീട്ടിലെ മരുമകളാകുമെന്നും പറഞ്ഞ് നാട്ടുകാർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങളുടെ ജാതകത്തിലുള്ള പെൺകുട്ടി മരുമകളാകുമെന്നും പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ നിങ്ങളുടെ അനന്തരവളായ ആവനിയായിട്ട് പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തില് ശ്രീകർമ്മോന്റെ കല്യാണം നടന്ന കാര്യം ആവനീന്റെ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു. ആവനി ആദ്യമായിട്ട് വ്രതം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് കുറച്ചുപേര് വന്ന് കാണിക്ക സ്വീകരിച്ചാൽ നന്നാകുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ കാര്യവും ഞങ്ങളോട് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിച്ചു കൂട്ടി പറപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈ പറപ്പിച്ചെന്ന് പറയുമ്പോ ഹെലികോപ്റ്ററിനകത്താണോ കൊണ്ടുവന്നത്? അല്ല ചേട്ടാ, പിന്നെ പെട്ടി ഓട്ടോയില്. ഗ്രാമത്തിൽ നിന്ന് നിങ്ങളെ ഓട്ടോയ്ക്കകത്താണോ കൊണ്ടുവന്നേ? ഞാനൊന്നും മനസ്സ് വെച്ച ഓട്ടോയിൽ ഇവരെ ഞാൻ അമേരിക്കയിൽ വരെ കൊണ്ടുപോകും. നീ വേണമെങ്കിൽ അതും ചെയ്യും. നിന്നെ കുറിച്ച് ഞങ്ങൾക്കറിയാലോ. അമ്മായിയുടെ വലിയ മനസ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറയേ. മരുമകളാക്കണോന്ന് കരുതിയ നിഹാരികയെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് മകളെപ്പോലെ നോക്കുന്ന കാര്യവും പറഞ്ഞു. നിങ്ങൾക്ക് വളരെ വലിയ മനസ്സാണമ്മേ. ഇനി ജാതകത്തിന്റെ കാര്യം എടുത്ത കല്യാണമൊക്കെ ഓരോരുത്തരുടെയും തലയിൽ എഴുതിയത് എന്താണോ അതുപോലെ നടക്കൂ. ആവനിയെ നിങ്ങളുടെ മരുമകളായി ആ ഭഗവാൻ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം എന്തായാലും കാണും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വസ്തുനിഷ്ഠവുമായിരിക്കും. കൃത്യമായിട്ട് തന്നെ ആലോചിക്കും. അതുകൊണ്ടാ നിങ്ങളെ നമ്മുടെ ഗ്രാമവാസികളെല്ലാം ദേവിയായിട്ട് കാണുന്നത്. എന്റെ വേദവതിയമ്മേ, നിങ്ങൾ ശരിക്കും ഗ്രേറ്റ് ആണല്ലോ. നിങ്ങളുടെ കീർത്തി രാജ്യത്തിന്റെ നാനാ ദിക്കുകളിലും അറിയണം. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു അമ്പലവും പണിയേണ്ടി വരും. അത്രയും വലിയ മനസ്സുള്ള ആളാ നിങ്ങള്. ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. അവസാന നിമിഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അതിനിപ്പോ എന്താ ഉണ്ടായത്? എത്തിയപ്പോഴേക്കും പൂജയെങ്ങാനും കഴിഞ്ഞോ? ഞങ്ങൾ ഇങ്ങോട്ടെത്താൻ വൈകിയോ? ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കാണിക്ക സ്വീകരിക്കാൻ കൃത്യസമയത്ത് നിങ്ങൾ എത്തി. കാണിക്ക സ്വീകരിക്കേണ്ടത് 11 പേരല്ലേ? പക്ഷെ ഇവിടെ ഉള്ളത് 1, 2, 3, 4, 5, 6, 7. അവിടുന്ന് 7 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതെന്ത് കണക്കാ? 11 പേര് വരേണ്ടതല്ലേ ചേച്ചി? ഞാൻ അത്ര ബോധമില്ലാത്ത പെണ്ണൊന്നും അല്ല. ബാക്കിയുള്ള 4 പേര് ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അയ്യോ എന്റെ അമ്മേ, ചേച്ചി അനിയത്തിയും ചില്ലറക്കാരല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ചേച്ചി. ചേച്ചി അനിയത്തിയും നല്ല ബുദ്ധിയുള്ളവരാണ്, വളരെ നല്ലവരാണെന്ന് പറഞ്ഞതാ, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഇനി എന്തിനാ വൈകിക്കുന്നത്? കാണിക്ക വാങ്ങണ്ടേ? വന്നോളൂ. ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. നിന്നോടൊന്ന് സംസാരിക്കണം. വന്നേ. നമുക്ക് പോയി നോക്കാം, വാ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ വന്നിട്ട് ഞങ്ങളോട് വേദവതി അമ്മ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. വേദവതി അമ്മയുടെ മുഖത്താണെങ്കിലും ബാക്കിയുള്ളവരുടെ മുഖത്താണെങ്കിലും ഒരു സന്തോഷമില്ലല്ലോ. നിങ്ങളെ എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോഴേ അവര് ഷോക്കായതാ. എന്താടി നിന്റെയൊക്കെ മനസ്സിലുള്ളത്? എന്റെ വീടിനും കുടുംബത്തിനും വീണ്ടും നിനക്ക് പേരുദോഷം ഉണ്ടാക്കാനാണോ? അവന് പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല.
നീ അങ്ങനെ നിന്റെ ഭാര്യ വെറുതെ പുകഴ്ത്തിയേ പോരാ. വാക്കും പ്രവൃത്തിയും തമ്മിലൊരു ബന്ധം വേണം. നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ ദേഷ്യത്തിലല്ലേ ഇതെല്ലാം. ഞങ്ങൾ ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. നാട്ടുകാരെ എല്ലാം ഇങ്ങോട്ട് വിളിച്ചില്ലേ, അതെന്താ വഞ്ചനയല്ലേ? നിന്റെ ചേച്ചിയെല്ലാം പിരികേറ്റി ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ച് അവരെ വരുത്തിച്ചത് നീ തന്നെയല്ലേ? അതെ. എന്റെ പൊന്നു ദൈവമേ, എന്തൊക്കെ ഡ്രാമയായിരുന്നു. ഉള്ള കാര്യം അവള് പറഞ്ഞില്ലേ. ഇതിൽ നീ എന്ത് ഡ്രാമ? ഗ്രാമത്തിലെല്ലാവരും ആവന് നിന്റെ ആരാണെന്ന് ഇന്നേരം കൊണ്ട് അറിഞ്ഞു കാണുമല്ലോ. ഇതെന്താ ഇത്ര വലിയ കള്ളത്തരമാണോ, കുറ്റമാണോ? അത് ഞങ്ങൾക്കൊക്കെ ഒരു ചീത്തപ്പേരാണ്. ചീത്തപ്പേരുണ്ടാവുന്നതൊന്നും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലേ? ഞങ്ങളെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോടി നീയ. നിങ്ങളെ ഞാനൊന്ന് ചോദ്യം ചെയ്തപ്പോഴേക്ക് നിങ്ങൾക്ക് ദേഷ്യം ഇരച്ചു കയറിയോ? വളർന്നിട്ടുണ്ട്, അവള് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ചേച്ചി അനിയത്തിയും കൂടെ ഒരുമിച്ച് നമ്മളെ നാണം കെടുത്താനുള്ള ഓരോ പരിപാടികളാ. വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ ഈ ചടങ്ങിന് വരില്ലാന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത്രയ്ക്ക് തരം താഴോ ആരെങ്കിലും? ആരാ തരം താഴ്ന്നത്? നിങ്ങളോ ഞാനോ? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീയും മര്യാദയ്ക്ക് സംസാരിക്കണം. അധിക പ്രസംഗം പറയുന്നോ? നിങ്ങളുടെ മകളും മരുമകളും ഈ നിഹാരിക്കയും ചേർന്ന് ചെയ്ത് ശരിയാണോ? നാട്ടിലെ ഓരോ വീടുകളിലും പോയി ആവണി വന്ന് ചടങ്ങിന് വിളിച്ചാ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ ഇവര്? വേദവതി അമ്മ പറഞ്ഞിട്ടാ ഞങ്ങളിത് പറയുന്നതെന്ന് നാട്ടിലാകെ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണോ? നാണം കെടുത്തുന്ന കാര്യമല്ലേ? പോരാട്ടമാകുമ്പോ ധൈര്യത്തോടെ നീതിപൂർവ്വം നേരിടണം, അല്ലാതെ തരം താഴാൻ പാടില്ല. നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞു, നാട്ടിലുള്ളവരോടും വരാൻ പാടില്ല എന്ന് പറഞ്ഞു, എല്ലാവരെയും വിലക്കി നിർത്തി. അതുകൊണ്ടാ എന്റെ ചേച്ചിയോട് എന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് ഗ്രാമത്തിൽ നിന്ന് ഇവരെ എല്ലാവരെയും കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന ഈ ചടങ്ങ് വലിയ പേര് കിട്ടാനല്ല, ദാ ഇതിനു വേണ്ടിയാ. താലി എന്ന് നിങ്ങളുടെ കഴുത്തിലുണ്ടാവണമെന്നും ഭർത്താവ് ആരോഗ്യത്തോടെ കൂടെ ഉണ്ടാവണമെന്നും നിങ്ങൾക്കാർക്കും ഇല്ലേ? അതിന് പൂജ നടത്താറില്ലേ? നിങ്ങൾക്കും എനിക്കും രണ്ട് ന്യായമാണോ? കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതിന് തലയ്ക്ക് മേലെ കാല് വെച്ച് പാതാളത്തിലേക്ക് നിങ്ങൾ ചവിട്ടി താഴ്ത്താന്ന് കരുതിയോ? ഞാൻ ഒരിക്കലും ആസ്തിയുടെ പങ്ക് ചോദിച്ചോ സമ്പാദ്യത്തിന്റെ പാതി ചോദിച്ചോ നിങ്ങളെ തേടി വരില്ല. പക്ഷേ താലി സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ചതിയോ വിശ്വാസവഞ്ചനയോ കാണിക്കാനുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഇപ്പോഴും ചെയ്യാൻ പറ്റും. ഒരാൾക്കും എന്നെ തടുക്കാൻ കഴിയില്ല. പേരുദോഷം ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. പേരുദോഷം എന്ന് പറയുന്നുണ്ടല്ലോ, ശരി, ആ പേരിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഇനി ഒരുപാട് ആഘോഷങ്ങളും ഉത്സവങ്ങളും ചടങ്ങുകളും ഗ്രാമത്തിൽ ആഘോഷമായിട്ട് നടക്കും. നിങ്ങൾക്ക് അവിടുന്ന് ക്ഷണം വരും. എല്ലാവരും അങ്ങോട്ട് പോ. ജനങ്ങളെല്ലാവരും ഉടനെ തന്നെ ഞാനും ഏട്ടനും ഭാര്യയും ഭർത്താവും ആണെന്ന് അറിയും. അപ്പോ പേരുദോഷമൊന്നും ഉണ്ടാവില്ലേ? അവിടേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നില്ല എങ്കിലോ? ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ടെങ്കിലോ? ശരി, നിങ്ങൾ വരാൻ സമ്മതിച്ചില്ല എന്ന് തന്നെ വെക്കാം. ഇപ്പൊ വന്ന ഈ ആൾക്കാര് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നാട്ടുകാരോ കാര്യങ്ങളൊക്കെ അറിയാൻ ഇവര് പോരെ? സത്യം എന്താ ഇവരൊന്നും പറയില്ലേ? നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അതിന്റെയൊക്കെ ഗുണം. മരുമകൾക്ക് കൊടുക്കുന്ന അതേ മര്യാദ നിഹാരിക്കും കൊടുക്കുന്നുണ്ടെന്നാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പൊ പറയുന്നത്. അത് മര്യാദയല്ലേ? 5 മിനിറ്റ് അവസരം തന്നാ എല്ലാവരെയും പറഞ്ഞ് മയക്കി കളയും. അതാ നിന്റെ ടാലന്റ്. 7 പേരെ വിളിച്ചത് എന്തിനാ? 11 പേരെ വിളിച്ചുകൂടായിരുന്നോ? ഞാൻ 11 പേരെ കൊണ്ടുവരാൻ തന്നെ പറഞ്ഞത്. എന്റെ ചേച്ചി എങ്ങനെ തീരുമാനിച്ചത്? അത് നിന്റെ പ്ലാൻ അല്ലാന്ന് പറഞ്ഞാ ഞങ്ങൾ ആരും വിശ്വസിക്കില്ല.
എല്ലാം നീ തന്നെയാ ചെയ്തത്. എല്ലാം നീ മനഃപൂർവ്വം ചെയ്തതാ. ഇപ്പോ ഈ ഡിസ്കഷന്റെ ഒക്കെ കാര്യമുണ്ടോ? ഞാൻ പോയി അവരോട് ഉള്ളതുള്ളതുപോലെ അങ്ങ് പറഞ്ഞോളാം. ഞാൻ മരുമകളാണെങ്കിലും എന്നെ അംഗീകരിക്കുന്നില്ലാന്നും നിങ്ങളെല്ലാവരും തലയിൽ കയറ്റിവെച്ചത് നിഹാരികയാണെന്ന് ഞാൻ പറഞ്ഞോളാം. വ്രതം പൂർണ്ണമാകാതെ മുടങ്ങിപ്പോയാ മുടങ്ങിപ്പൊക്കോട്ടെ. കാണിക്ക് കൊടുക്കാൻ പറ്റാതെ അതിന് ബലം ഇല്ലാതായി പോട്ടെ. ഞാനെന്തായാലും വീട്ടിലെ പുരാണം എല്ലാം അവരോട് പറഞ്ഞോളാം. അവളത് പറയൂന്നാ തോന്നുന്നേ. അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന്റെ ചീത്തപ്പേര് തന്നെയാ. ഗ്രാമവാസികൾ നമ്മളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു നടക്കും വേദ. അവളെ തടയുന്നതാ നല്ലത്. അവള് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കണ്ടില്ലേ? ഇതെന്തു പറ്റി? ഇത്രയും വലിയൊരു മീറ്റിംഗ് എന്തിനാ? തിരുമേനി കുറെ നേരമായിട്ട് ഇത് താമസിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. കാണിക്ക പെട്ടെന്ന് സമർപ്പിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ മോളെ. എന്റെ ചേച്ചി വിളിച്ചപ്പോ തന്നെ നിങ്ങൾ എല്ലാവരും വന്നപ്പോ വളരെ സന്തോഷായി. ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതിലും വലിയ സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഇവിടുത്തെ സത്യം എന്താണെന്ന് വെച്ചാ അവനി, എന്താ എന്തുപറ്റി? ഞങ്ങളോട് പറയാൻ പറ്റാത്ത, ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ എല്ലാവരെയും അവനിയുടെ ചേച്ചി മുഖാന്തരം ഇങ്ങോട്ട് വിളിപ്പിച്ചതല്ലേ. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങള് അവനെ അങ്ങോട്ട് കൊണ്ടുപോയി സംസാരിച്ചതാ. എന്നാ അത് എല്ലാവരുടെ മുന്നിൽ നിന്നാവായിരുന്നല്ലോ. മോളെ, ഇനിയെങ്കിലും കാണിക്ക അവർക്ക് കൊടുക്കാവോ? നടക്കൂ വേദവതിയമ്മേ. ആവനിയുടെ കൈകളിൽ നിന്നും എല്ലാവർക്കും കാണിക്ക സ്വീകരിക്കാം. അവളുടെ സ്ക്രിപ്റ്റ് കൊള്ളാം. ഇനി എന്ത് ചെയ്യാനാ? നടക്ക്. കോൾ അടിച്ചല്ലോ എന്നും പറഞ്ഞ് അതി കയറി തലയിടണ്ട. കാണിക്ക വാങ്ങുന്നത് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ മാത്രം. ടെൻഷനില്ലാതെ മറന്നുപോയി. ഇതെന്താ മരുമോൻ പെട്ടെന്ന് ഇതിനിടയ്ക്ക് സ്ക്രിപ്റ്റ് കൊള്ളാന്നൊക്കെ പറയുന്നേ? അതോ, എന്റെ അളിയൻ എന്റെ ഫാമിലിയെ കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അതെ. ടൈറ്റിലിന്റെ പേര് വേദവതി അമ്മയുടെ കുടുംബം. നിങ്ങളുടെ തിരക്കഥയൊക്കെ നിങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ വായിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാരും കാണിക്കാൻ വാങ്ങാൻ വാ. 7 പേര് വന്നിട്ടുണ്ട്. ഇത്രയും പേര് വാങ്ങിയേ മതിയല്ലോ. അത് നടക്കില്ല മോളെ. എത്ര പേർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടോ അത്രയും പേര് സ്വീകരിച്ചാലേ ഇത് പൂർണ്ണമാകൂ. വേഗം വരിക മോളെ. വരൂ അമ്മേ. ഏട്ടാ, ഇവിടെ വരൂ. അമ്മയുടെ ആശീർവാദം വാങ്ങണ്ടേ? അക്ഷതങ്ങൾ വാങ്ങിച്ചോളാ. എന്നും എപ്പോഴും സന്തോഷായിരിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. താങ്ക്സ് അമ്മേ. എന്റെ പൂജയ്ക്കുള്ള പ്രതിഫലം എനിക്ക് ലഭിച്ചമ്മേ. അമ്മയുടെ അനുഗ്രഹം എനിക്കുള്ളതുകൊണ്ടാ ഒരു ദുഷ്ടശക്തിക്കും ഇത് മുടക്കാൻ കഴിയാഞ്ഞത്. ചേച്ചി,
ഇതാ ചേച്ചി. വ്രതം പരിപൂർണമായിരിക്കുന്നു. ആർക്കൊക്കെയാണ് വസ്ത്രം കൊടുക്കാൻ ആഗ്രഹിച്ചത് അതിപ്പോ കൊടുത്തോളാ. അതിന്റെ ഒന്നും ആവശ്യമില്ല തിരുമേനി. അമ്മയുടെ മുമ്പില് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വെച്ച വസ്ത്രമല്ലേ, തിരസ്കരിക്കാൻ പാടില്ല. അച്ഛാ, ഒന്നിങ്ങോട്ട് വരൂ.